Hi friends, Mr. Atarna പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗൃഹോപകരണമായിട്ടാണ്. നമ്മുടെ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു എയർ ഫ്രയർ ആയിട്ടാണ്. ഹാവൽസിന്റെ പ്രോലൈഫ് ഗ്രാൻഡ് എയർ ഫ്രയർ വിത്ത് എയറോ ക്രിസ്പ് ടെക്നോളജി 1700 വാട്ട്സിന്റെ ആണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. 9,000 സംതിങ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ. എനിക്ക് 10% ഡിസ്കൗണ്ട് കിട്ടി. ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു കാർഡിന്റെ ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടി ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഈ 2 ദിവസത്തേക്ക് ആമസോണിൽ ഇപ്പോൾ കറന്റ് ഓഫർ നടക്കുന്നുണ്ട്. SBI കാർഡിന് 10% ഡിസ്കൗണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. എയർ ഫ്രയർ വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിന് എൻ്റെ ഫ്രണ്ട് ഓൾറെഡി ഒരു ഫിലിപ്സിന്റെ എയർ ഫ്രയർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അന്ന് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചു. അപ്പോൾ എനിക്ക് ഈ ബ്രോസ്റ്റഡ് പൊരിച്ച സാധനങ്ങളൊക്കെ ഇഷ്ടമില്ലാത്തൊരു വളരെ കുറവായിരിക്കും പൊരിച്ച ചിക്കൻ. അപ്പോൾ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചു, എയർ ഫ്രയറിൽ ഉണ്ടാക്കിയത്. കംപ്ലീറ്റ്ലി നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ്റെ അത്രയും പെർഫെക്ഷൻ വന്നില്ല, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേപോലത്തെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹാവൽസിന്റെ വാങ്ങിയത്. കാരണം അവൻ മേടിക്കാൻ പോകുമ്പോൾ പറഞ്ഞിരുന്നു. ഞാൻ വാങ്ങിയത് ഫിലിപ്സിന്റെ ബേസിക്, അതായത് 10,000 രൂപയുടെ ഒരു മോഡലാണ്. അപ്പോൾ അതിൽ 2 അല്ലെങ്കിൽ മാക്സിമം 3 പേർക്കുള്ള രീതിയിൽ ഒറ്റ ടൈമിൽ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ പോട്ടാണ്. അപ്പം നീ വാങ്ങുമ്പോൾ കുറച്ച് വലുത് വാങ്ങിക്കോളും, ബെറ്റർ അതായിരിക്കും. കാരണം ഗസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനും, അതേപോലെ തന്നെ അതായത് ഫാമിലി ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം 3, 4, 5 ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അറ്റ് എ ടൈം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പാനുകൾ എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹാവൽസിലേക്ക് പോയത്. ഫിലിപ്സിന്റെ ഈ സെയിം സൈസ് വാങ്ങണേ ഏകദേശം 16,000 രൂപയുടെ മേലെ വരും. അപ്പോൾ ഞാൻ വെച്ചു റിവ്യൂ അതിലൊക്കെ നോക്കിയപ്പോൾ ഫിലിപ്സും ഹാവൽസും ഒരേപോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറഞ്ഞ പൈസയ്ക്ക് നല്ലൊരു സാധനം കിട്ടി. 2 വർഷം വാറന്റി ഉണ്ട്. എനിക്ക് 8,400 ഇടയിലാണ് ഡിസ്കൗണ്ട് അടക്കം കിട്ടിയത്. ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് SBI കാർഡ് ഉപയോഗിച്ചിട്ട് ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റും, ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൊരിച്ചെടുക്കുന്ന മിക്ക ഫുഡ്സും എണ്ണ അധികം യൂസ് ചെയ്യാതെ തന്നെ ഇതിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം 90% മേലെ ഓയിൽ കുറവ് മതി എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു എണ്ണ പൊരിച്ചെടുക്കുന്നത് ഇതിൽ ജസ്റ്റ് ഒന്ന് തടവി ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക, ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിൽ ഇത് ഫ്രൈ ആയി കിട്ടും. എയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മൈക്രോവേവിന്റെ ടെക്നോളജി അല്ല, ഇത് കംപ്ലീറ്റ്ലി വേറെയാണ്. ഹോട്ട് എയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് ഇതൊക്കെ നമുക്ക് വൺസ് അൺബോക്സ് ചെയ്ത് പ്രൊഡക്റ്റ് വെളിയിലെടുത്തതിന് ശേഷം ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം ഉണ്ടാക്കി കാണിച്ചു തരാം. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് നോക്കി. പിന്നെ ഞാനൊക്കെ എന്ത് ഭക്ഷണം കഴിച്ചാലും തടിക്കുന്ന ഒരാളാണ്. അപ്പോൾ മാക്സിമം എണ്ണ കുറയ്ക്കാനും കൂടി ആയിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഏതായാലും ഓപ്പൺ ചെയ്തിട്ട് സാധനം വെളിയിലേക്ക് ഇടാം. എന്നിട്ട് അതിന്റെ കണ്ടന്റ്സ് ഒക്കെ നോക്കിയതിന് ശേഷം ഇത് കണക്ട് ചെയ്ത് നമുക്ക് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് സാധനം. ഇവിടെ ഓൾറെഡി ഇതിന്റെ പടം കൊടുത്തിട്ടുണ്ട്. 85% കുറവ് ഓയിൽ യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെ കുറേ ഫീച്ചേഴ്സിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഡുവൽ ടച്ച് പാനലാണ്, മോൾ ടച്ച് പാനലാണ്. 10 പ്രീസെറ്റ് മോഡ്സ് ഉണ്ട്. LED ഡിസ്പ്ലേ, ഓട്ടോ ഷട്ട് ഓഫ്, ടെമ്പറേച്ചർ 200 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയർത്താൻ പറ്റും. 60 മിനിറ്റ് വരെ ടൈമർ ഉണ്ട്. 2 ഇയർ വാറന്റി ഉണ്ട് പ്രൊഡക്റ്റിന്. പിന്നെ എയറോ ക്രിസ്പ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് ഫുഡ് ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസിന്റെ പടം കാണിച്ചിട്ടുണ്ട്. നമുക്ക് അത് നോക്കി നോക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യാൻ പറ്റും, പക്ഷേ എക്സാക്ട്ലി നിങ്ങൾക്ക് മെക്ഡോണൾഡ്സിനോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രഞ്ച് ഫ്രൈസിന്റെ അത്രയും ക്രിസ്മസ് ഉണ്ടാവില്ല. കാരണം അത് ഫ്രൈ ചെയ്ത് വരുന്നതാണ്. ഇത് എയർ കൊണ്ട് ചൂടാക്കിയിട്ട് ആ ഒരു രീതിയിലാക്കി എടുക്കുന്നതാണ്. ടേസ്റ്റ് 100% മാച്ച് ചെയ്തില്ലെങ്കിലും ഒരു 80% മേലെ ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ എന്തൊക്കെയാണ് ജസ്റ്റ് ഈ കണ്ടന്റ്സിന്റെ കാര്യം കൊടുത്തത്. ഫുഡ് ബാസ്ക്കറ്റ്, 10 പ്രീസെറ്റ് മോഡ്സ് ഇതിന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂച്ചർ ഇസ് ഹിയർ, അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ബാക്കിലൊരു പടമാണ്. ഈ സൈഡിൽ ഇതിന്റെ എന്തൊക്കെയാണ് കണ്ടന്റ്സ്, മാനുഫാക്ചറിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. നമുക്ക് ഏതായാലും ഓപ്പൺ ചെയ്യാം. ഇതൊരു യൂസർ മാനുവലാണ്, ലെറ്റ്സ് കുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയുടെ ഒരു ബുക്ക്. അത്യാവശ്യം വലിപ്പമുണ്ട്, വെയിറ്റും ഉണ്ട്. വേറെ ഒന്നുമില്ല. ഈ വയറും ഈ ഒരു എയർ ഫ്രയറും ആ ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ. ചെറിയ അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ഈ ഭാഗത്താണ് LED ഡിസ്പ്ലേ വരുന്നത്. ഇതാണ് ഫുഡ് ബാസ്ക്കറ്റ്. ഫ്രണ്ടിൽ തന്നെ ഹാവൽസിന്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ ഇതിൽ പെട്ടിയിൽ വരുന്ന ആകപ്പാടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ ഫ്രയറും ഈ ഒരു ബുക്കുമാണ്. ഈ ബുക്കിൽ എൻ്റെ വാറന്റി കാർഡിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവണം. അതേപോലെ തന്നെ യൂസേജ്, പിന്നെ ഇതിൽ കുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് റെസിപ്പീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ചിക്കൻ, പിന്നെ പനീർ പൊറാട്ട, ഫ്രൈ ഫിഷ്, ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏതായാലും കുറച്ച് ഫ്രോസൺ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. ഒരു ക്രിസ്പി ചിക്കനിലെ ഓൾറെഡി മിക്സ് ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടില്ല, ഈ ഒരു നഗറ്റ്സ്. അതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഇതിൽ വരുന്നേക്കുന്നത് ഈ ഒരു ഫുഡ് ബാസ്ക്കറ്റ് ആണ്. ഞാൻ ഈ ഒരു നോബ് പിടിച്ചിട്ട് ദൂരം കുറച്ച് പോരാണല്ലോ. ഇത് ഇവിടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, സോറി. സൈഡിൽ സ്റ്റിക്കർ ഉണ്ട്. രണ്ടും പറിച്ചു കളഞ്ഞ് ഇനി വളരെ ഈസി ആയിട്ട് തന്നെ പോകുന്നു. ഞാൻ വെറുതെ സ്റ്റിക്കർ പറക്കേണ്ടതാക്കി. ഇതാണ് ഫുഡ് ബാസ്ക്കറ്റ്.
അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. ഞാൻ ഫിലിപ്സിൻ്റെ ഇതായിട്ട് ലാസ്റ്റ് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം സൈസ്. കാരണം അത് ഫ്രണ്ടിൻ്റെ റൂമിൽ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഏകദേശം ഒരു 3/4 കുറവാണെന്ന് പറയാം. ഇത് വളരെ വലിയതാണ്. ഈ ഫുഡ് ബാസ്ക്കറ്റ് നമുക്ക് വരണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ക്യാമറ ഹോൾഡ് ചെയ്ത് വെച്ചില്ല, ഇത്രയുണ്ട് ഫുഡ് ബാസ്ക്കറ്റ്. പിന്നെ ഇത് ടെഫ്ലൺ കോട്ടിംഗ് ആണ് ഉള്ളിലുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഓൾറെഡി ചിക്കനിലുള്ള എണ്ണ തന്നെ ഇതിന്ന് ഊർന്നിറങ്ങിയിട്ട് ഇതിൽ വന്ന് കിടക്കും. അപ്പോൾ ഇത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ടാണ് ഇങ്ങനത്തെ രീതിയിൽ ഇതാക്കിയേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തുടച്ചെടുക്കാനേ പറ്റുള്ളൂ, വെള്ളമിട്ട് കഴുകാനൊന്നും പറ്റില്ല. ഇത് രണ്ടും വേണമെങ്കിൽ കഴുകാൻ പറ്റും, നമുക്ക് വെള്ളം വെച്ചിട്ട് കഴുകാൻ പറ്റും. പിന്നെ ഉള്ളത് ഏറ്റവും ബാക്കിൽ ഈ 2 ഹോൾസാണ് ചൂടായിട്ടുള്ള എയർ പുറത്തേക്ക് കളയാനായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം. 1700 വാട്ട്സാണ് പവർ. നമുക്ക് ഏതായാലും ഇത് കണക്ട് ചെയ്ത് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്നുള്ളതും പിന്നെ ഡിസ്പ്ലേ എങ്ങനെ വരണമെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാനത് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ എയർ ഫ്രയർ ഫിലിപ്സിൻ്റെ. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി വലിപ്പം കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹാവൽസ് ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഫിലിപ്സ് തന്നെ എടുക്കുകയുള്ളൂ. ബിൽഡ് ക്വാളിറ്റി എനിക്ക് കുറച്ചുകൂടി സ്റ്റേഡി ആയിട്ട് തോന്നിയത് ഫിലിപ്സിന്റെ ആണ്. ഇത് നല്ലതല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി ഹാവൽസിന് കുറച്ചുകൂടി എനിക്ക് എന്താ പറയുക കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവണമെന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്ത് ഈ ഒരു ഫിലിപ്സിലാണ്. പക്ഷെ വലിപ്പം കൂടുതലും ട്രൈഡ് അതൊക്കെ കൂടുതലുള്ളത് ഹാവൽസിനാണ്. അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തത് ഇത് ഹാവൽസിന്റെ കേട്ടോ. ഇതിപ്പോ ഊരണമെങ്കിൽ ഇതിപ്പോ ജസ്റ്റ് തള്ളി കഴിഞ്ഞാൽ ഇത് ഊരി വരും. ഈ ഒരു പാൻ വരണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ അമർത്തിക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഊരി വരാം. എന്നിട്ട് ഇത് കഴുകാം. പിന്നെ ഇതിന്റെ ഉള്ളിലുള്ളത് ടെഫ്ലൺ കോട്ടിംഗ് ആണ്. അപ്പൊ നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഓൾറെഡി കുറച്ച് ഓയിലല്ല നെയ്യ് ഉണ്ടാവില്ല. അത് ഉരുകി ഇതിലൊക്കെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ഇത് വാഷ് ചെയ്യുന്നത് ജസ്റ്റ് തുടയ്ക്കാനേ മാത്രമേ പാടുള്ളൂ, വെള്ളം ചോദിച്ച് വാഷ് ചെയ്യാൻ പാടില്ല. ഈ 2 സാധനം കഴുകാം. അപ്പൊ ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ഫിലിപ്സിന്റെ എയർ ഫ്രയറിലോട്ട് ഊരി കാണിച്ചത്. ഇത് കുറച്ചുകൂടി ഊരാനൊക്കെ എളുപ്പമായിരുന്നു, കുറച്ച് പ്രഷർ കൊടുക്കണ്ടെന്ന് ഇത് കണ്ടിട്ട്. പിന്നെ അമർത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഏകദേശം സെയിം തന്നെയാണ്, പക്ഷെ സൈസ് തീരെ ചെറുതാണ്. ഇത് 2-3 പേര് ഫാമിലി ഉണ്ടെങ്കിൽ ഓക്കെ. ഇതൊരു 5-4-5 പേര് ഫാമിലി ഉണ്ടെങ്കിൽ ഡിഫറൻസ് ഉണ്ടാവും. ഏകദേശം ഇരട്ടി വലിപ്പുണ്ട്. അപ്പൊ സെയിം പ്രൈസ് തന്നെയാണ്, പക്ഷെ വലിപ്പം കുറച്ച് ഇരട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഹാവൽസ് എടുത്തത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഫിലിപ്സിന്റെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് മേടിച്ചു കൊണ്ടുവന്നത്. ജസ്റ്റ് ഫിക്സ് ചെയ്യാം. പിന്നെ ഇതില് മെക്കാനിക് നോബാണ്. ഇത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ടൈമർ അഡ്ജസ്റ്റ് ചെയ്യുന്നതും. ഇത് ഫുള്ള് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം. വെച്ച് കൊടുക്കും. ഇത് ഞാൻ കണക്ട് ചെയ്തിട്ട് പവർ പ്ലഗ് ആണ്. ഓക്കെ, ഇത് ഫിക്സ് ചെയ്തതിനു ശേഷമാണ് ഓണായത്. ഇത് ഓണായി കഴിഞ്ഞാൽ ഇതിപ്പോ നോക്കി കംപ്ലീറ്റ് ഡിജിറ്റലാണ്. അപ്പൊ ഇത് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ടൈമറും ഇത് നമ്മുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനാണ്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഫാൻ ഇതാവും. പിന്നെ ഇപ്പോഴത്തെ ഇത് ടെമ്പറേച്ചർ ഇത് സിംബൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഓണാക്കി. അപ്പൊ 200-ൽ 13 സെറ്റ് ചെയ്തിട്ട് ഓണാക്കിയിട്ടുണ്ട്. ഇത് ഓഫ് ആക്കണമെങ്കിൽ കുറച്ച് നേരം എടുക്കുന്നു ആ ഹീറ്റിന്റെ ഇത് പോകാനായിട്ട്. പിന്നെ എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ ഇന്ന് കുറച്ച് ഡിസ്റ്റൻസ് വെക്കുക ചുമരുന്നത്, കാരണം ബാക്കിലാണ് ഇതിന്റെ ചൂട് കാറ്റ് പോണത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കിതില് ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഞാൻ കുറച്ച് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഉള്ളത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഓയിൽ തടവിയിട്ട് ഇതിൽ ഫ്രൈ ചെയ്യാൻ നോക്കാം. എന്നിട്ട് എത്രത്തോളം നല്ല ക്വാളിറ്റി ആയിട്ട് നോക്കിയത്. അപ്പൊ ഞാനിത് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രിയിൽ ഇട്ടിട്ട് ഓവനിലൊക്കെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചുമ്മാ ഓണാക്കിയിട്ട് 5 മിനിറ്റ് കൊടുത്തിട്ട് ഹീറ്റ് ആക്കിയിട്ട് ചെറുതായിട്ട് ചൂടായിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ മണം വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കി. അപ്പൊ ഇതില് റിവ്യൂല് ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു. കുറച്ച് ദിവസത്തേക്ക് പുതിയതിന്റെയാണെന്ന് തോന്നുന്നത് ഒരു പ്ലാസ്റ്റിക് സ്മെല്ല് വരും. പക്ഷെ അത് ഒരു 2 ആഴ്ചത്തെ യൂസിന് ശേഷം പോകുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ക്രിസ്പി ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ 20 മിനിറ്റോളാണ് ഇതിനുള്ളിൽ കുക്ക് ചെയ്യാൻ വേണ്ടി ടൈം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇവിടെ വെക്കുന്നുണ്ട്. ഇത് വെറുതെ എനിക്ക് വെച്ചാലും മതി. പക്ഷെ എപ്പോഴും ക്ലീനിങ്ങിനൊക്കെ എളുപ്പത്തിനായിട്ട് ഞാനിത് എന്താ പറയുക ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പോകും. അപ്പൊ ഇത് ബട്ടർ പേപ്പർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലീനിങ് എളുപ്പമായിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാനിത് ഓരോ പീസുകൾ എടുത്തിട്ട് നല്ല ഇപ്പൊ ഫ്രീസറിലായിരുന്നു. ഇത് ഓരോ പീസുകൾ ഇതിലേക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എണ്ണ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് അത് മറച്ചിട്ടിട്ട് വീണ്ടും തടവി കൊടുക്കാം. 7 ചിക്കൻ വിങ്സിന്റെ പീസസ് ആണ് ഇതിലുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ മുക്കിയിട്ട് എണ്ണ വേണം കേട്ടോ. എണ്ണ തീരില്ല എന്നല്ല, 85% ജസ്റ്റ് ഒന്ന് ഇത് കണ്ടില്ലേ, ഞാൻ എണ്ണ തടവി കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതിലൊന്ന് ഒപ്പി കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. പൊരിക്കാനൊക്കെ നമുക്ക് എത്ര എണ്ണ വേണമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതേപോലെ ജസ്റ്റ് ഒന്ന് ഇതിൽ ഈ ഒരു പൊരിക്കൻ ഐറ്റംസ് മാത്രമല്ല കേട്ടോ, നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാന്നാണ് ഇവരുടെ മാനുവലിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടത്. അപ്പോൾ കേക്ക് ഓവൻ മേടിക്കാൻ നിൽക്കണവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓവൻ മാറ്റിയിട്ട് ഈ സാധനം എടുക്കാം. കേക്ക്
അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ പ്ലാനെങ്കിൽ ഓവനിൽ പിന്നെ മറ്റേ ഫുഡ് ചൂടാക്കാനൊക്കെയാണ് മെയിൻ ഓവൻ യൂസ് ചെയ്യുന്നത്. ഇനി അഥവാ കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം നോക്കാവുന്നതാണ്. ഇതൊക്കെ ഞാൻ മറച്ചിടുക കേട്ടോ. മൊത്തം 20 മിനിറ്റ് ആണ് ഇത് കുക്ക് ചെയ്യാൻ എടുക്കുക എന്ന് പറഞ്ഞു. 180 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഞാൻ 10 മിനിറ്റ് നേരത്തേക്കും ഒരു സൈഡിൽ ഇട്ടിട്ട് ഇതാക്കണം. മുകളിൽ നിന്നാണ് നമുക്ക് ഇതിന് ഹീറ്റ് വരുന്നത്. അപ്പോൾ 10 മിനിറ്റ് നേരത്തേക്ക് ഈ സൈഡും അതിനുശേഷം മറച്ചു കിടണം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും 10 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് ടൈമർ ഇടും. അപ്പോൾ ഈ ഓയിൽ എക്സ്ട്രാ വരുന്നത് ഡ്രെയിനായിട്ട് ഈ പേപ്പറിൽ വന്ന് കിടന്നോളൂ. നമുക്ക് ക്ലീനിങ്ങിൻ്റെ അധികം സീനൊന്നും വരില്ല. അപ്പോൾ ഈ ബട്ടർ പേപ്പർ വയ്ക്കാതെ നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും. ഇനി നമുക്ക് നേരെ വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഓൺ ആവുള്ളൂ കേട്ടോ. ഡിജിറ്റൽ ഓക്കെ, അതിൻ്റെ പിടിക്കാണ്ടിരിക്കില്ല. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ആക്കുന്നത്. അത് അതിൻ്റെ ഉള്ളിൽ തീ പിടിക്കണ പോലെ ആകുമല്ലോ. നല്ല ഹീറ്റ് വരുന്നുണ്ടല്ലോ അതിനകത്ത്. നേരെ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് കൊടുക്കുന്നു. ലോക്ക് ചെയ്ത പാടെ അത് ഓണാക്കുന്നു. 180 ഡിഗ്രി സെറ്റ് ചെയ്യുന്നു. 10 മിനിറ്റ്. മോഡ്സ് എടുത്തു കഴിഞ്ഞാൽ കണ്ട ഓരോ മോഡിൽ കാണിക്കേണ്ടത് എന്തൊക്കെയാണ്. ചിക്കൻ, ഫിഷ്, മീറ്റ്, അതേപോലത്തെ ഓരോ കാര്യങ്ങളുടേത് മോഡ്സ് ഉണ്ട്. മോഡ് വേണ്ട, നമുക്ക് നോർമൽ. ഇനി 10 മിനിറ്റ് നേരത്തേക്ക് എയർ ഫ്രയർ വർക്ക് ചെയ്യും. അതായത് ഒരു സൈഡ് അത് 10 മിനിറ്റിന് ശേഷം മറച്ചിട്ടിട്ട് മറ്റേ സൈഡ് 10 മിനിറ്റ് നമ്മൾ ഇടും. അപ്പോൾ അത് ഫുള്ള് കാണിക്കുന്നില്ല, ലെങ്തി പ്രൊസസ്. ജസ്റ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡൊക്കെ വെന്തിട്ട് നമുക്ക് എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന് നോക്കിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ KFCയിലൊക്കെ ചിക്കൻ കാണുന്ന പോലെ ഓവർ കുക്ക്ഡ് ആയിട്ടുണ്ടോ അറിയില്ല. നമുക്ക് ഏതായാലും ഇത് മറച്ചിടാം. ചൂടുണ്ട്, കുക്കായിട്ടുണ്ട് ഏതാണ്ട്. നമുക്ക് അതിന് 10 മിനിറ്റ് വെക്കേണ്ട വരില്ല എന്ന് തോന്നുന്നു കേട്ടോ. അതെ, കരിഞ്ഞ് ഞാൻ അത് മടക്കി വരേക്ക് വെക്കാത്തുണ്ടാവും. അതിൻ്റെ മുകളിലൊരു കോയിലുണ്ട്. ആ കോയിലാണ് ചൂടാക്കിയിട്ട് കാറ്റ് ഇങ്ങനെ പമ്പ് ചെയ്യണത്. അത് മുറിച്ച് കളയണം. അത് കരിഞ്ഞ് തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് 10 മിനിറ്റ് വയ്ക്കാം. നമുക്ക് അതിന് മുമ്പ് ചിലപ്പോൾ എടുക്കാം. 180 10 മിനിറ്റ് ഇട്ടിട്ടു സ്റ്റാർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ മൊത്തം 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ട് മറിച്ചിട്ട് നമുക്ക് ഇത് ഊരിയിട്ട് നോക്കി നോക്കാം എത്രത്തോളം ഫ്രൈ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാകുന്നു. ഇതാ നോക്കിയൊക്കെ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ. നല്ല ചൂടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കത്തി ഉപയോഗിച്ചിട്ട് ഞാൻ ഇതാക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മൾ KFCന്നൊക്കെ വാങ്ങുന്ന ചിക്കൻ്റെ അതേപോലെ തന്നെ വെന്തിട്ടുണ്ട്. ആകപ്പാടെ ആ പരട്ടി അതിൽ മാത്രമേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്തോടാ. ടേസ്റ്റ് എന്താ പറയുക, ആ ഒരു ഓയിൽനെസ്സിൻ്റെ ക്രിസ്പിനെസ് ഇല്ല, അതില്ലാതെ മാത്രമേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു ഡിഫറൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ജസ്റ്റ് ഇത് കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ചൂടുണ്ട്. നമുക്ക് ഇതേ സാധനത്തിൽ ജസ്റ്റ് കുറച്ച് നഗറ്റ്സിന് 5 മിനിറ്റ് മതി എന്നാണ് പറഞ്ഞത്. നഗറ്റ്സ് ഇട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സാധനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നഗറ്റ്സ് ആവും എന്നുള്ളത്. അപ്പോൾ അതിന് നഗറ്റ്സിന് ഒരു 5 മിനിറ്റ് മതി എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഓയിൽ ഇടാവും. 5 മിനിറ്റ് കൊണ്ട് 150 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം റെഡി ആയി. അപ്പോൾ ഇതേപോലെ ഓയിൽലെസ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, പ്ലാസ്റ്റിക്കിന്റെ മണ്ണ് ഇപ്പോൾ ചെറുതായിട്ട് പ്ലാസ്റ്റിക്കിന്റെ മേടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവർ ഒരുപാട് പേര് ആമസോണിൽ റിവ്യൂട്ടുണ്ട്. ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും മണം പോകുന്നുണ്ട്, വേറെ സീനൊന്നും ഇല്ലാതെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലത്തെ ഓയിൽലെസ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും മോഡൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാവൽസ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇതേ സൈസിന്റെ ഫിലിപ്സും ഉണ്ട്, പക്ഷെ 17,000 രൂപയോളം വരുന്നുണ്ട്. ഇത് 10,000 രൂപയുള്ളൂ. എല്ലാ മോഡൽസിന്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മറ്റേ വിങ്സ് ഉണ്ടാക്കിയത്. ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്തുള്ളൂ. എണ്ണയിൽ പൊരിച്ചെടുക്കണതിൻ്റെ അത്രയും പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അത് കാരണം അത് എണ്ണയിൽ പൊരിച്ച് തന്നെ എടുക്കണം. ആ ഒരു ടേസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ 80% ഒക്കെ ഈസി ആയിട്ട് കിട്ടുക. ആ ഒരു ടേസ്റ്റിൻ്റെ ഒരു 80-90% ഇടയിൽ നന്നായിട്ട് വരുന്നുണ്ട്. കുറച്ച് ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം പ്രിഫർ ചെയ്തത്. പിന്നെ എന്നെ അലട്ടുന്ന പ്രശ്നങ്ങളൊന്നാണ്, ഞാൻ എന്ത് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വയ്ക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ജങ്ക് ഫുഡ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷേ ഞാനത് ഇടയ്ക്ക് ഇപ്പോൾ കഴിക്കൽ തീരെ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ പൊരിക്കാതെ തന്നെ ആ സാധനം കഴിക്കാൻ പറ്റുമെങ്കിൽ വലിയ ടേസ്റ്റ് വ്യത്യാസമില്ലാതെ അത് കഴിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയത്. ഞാൻ ഓൾറെഡി ഫ്രണ്ട് 2-3 മാസത്തിന് മേലെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഈ സാധനത്തിലാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ തരാറ്. അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാനിത് വാങ്ങി. ഇപ്പം ഇതെങ്ങനെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണപ്പലഹാരം അധികം എണ്ണ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സഹായിക്കുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് വേണമെങ്കിൽ ഇത് പറയാം. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ഒരു സെർച്ച് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മറ്റേ വിങ്സും ചിക്കനൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള മനസ്സിലാക്കി തന്നെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടാവുന്നതാണ്. പിന്നെ ഇവരുടെ ബുക്കിൽ തന്നെ കുറച്ച് റെസിപ്പീസ് ഉണ്ട്. ആ റെസിപ്പി രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കറണ്ട് വലിക്കും. 1700 വാട്ട്സ് ആണ്. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം 20-25 മിനിറ്റ് അടുത്തെടുത്തു. അപ്പോൾ കറണ്ട് കൺസപ്ഷനും അതിനനുസരിച്ച് വരും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു പ്രൊഡക്റ്റ് യൂസബിൾ ആണെന്ന് അനുസരിച്ച് മാത്രമേ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പാടുള്ളൂ. കാരണം 3000 രൂപ മുതൽ നിങ്ങൾക്ക് എയർ ഫ്രൈ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പക്ഷെ നല്ല സാധനത്തിന് ഒരു 10 രൂപ റേഞ്ചിൽ വരും. ഫിലിപ്സ് അല്ലെങ്കിൽ ഈ ഒരു സാധനം. കുറച്ച് വലിയ ഫാമിലി ആണെങ്കിൽ ഞാൻ ഇതേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഫിലിപ്സിൻ്റെതും നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കാണിച്ചത് എത്രത്തോളം വലിയ ട്രേ ആണെന്നുള്ളത്. ചെറിയ ഫാമിലിക്കാണെങ്കിൽ ഫിലിപ്സിൻ്റെ 10,000 മതി. അല്ലെങ്കിൽ ഞാൻ ഇതേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഫിലിപ്സിൻ്റെയും സെയിം മോഡലുണ്ട്, കുറച്ച് വില കൂടുതലാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ആക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ അൺബോക്സിങ്, ടെക് ടിപ്സിൻ്റെയും റിവ്യൂസിൻ്റെയും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഉടനടി വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.